ആദ്യം തന്നെ നിങ്ങൾ ആവശ്യമുള്ള മുട്ട എടുത്തിട്ട് പുഴുങ്ങാനിടുക. അതിനുശേഷം ഒരു പാത്രം എടുത്ത് ആവശ്യമുള്ള മൈദ, ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ട ആ ഒരു മൈദ എടുത്തിട്ട് അതിനുശേഷം കുറച്ച് കടലമാവ് ഇടുക, പിന്നെ കുറച്ച് കോൺഫ്ലവറും. കടലമാവും കോൺഫ്ലവറും കുറച്ച് മതി കേട്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നീട് മുളക് പൊടി ആവശ്യം നിങ്ങൾക്ക് ഒരു സ്പൂണോ എത്രയാണോ ആവശ്യം നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ഇടുക. ഉപ്പിട്ടതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് അതിന് നല്ലൊരു കൺസിസ്റ്റൻസി, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാക്കി മാറ്റുക. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിനെ കുഴച്ചിട്ട് നല്ല രൂപത്തിൽ, ഒരു തിക്ക് ബാറ്റർ എന്ന രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കുക. ഇനി നിങ്ങൾ ഒരു ചീനച്ചട്ടി എടുക്കുക. അതിനുശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിന് ചൂടാക്കിയെടുക്കുക. ഈ മുട്ട ഇനി നമുക്ക് നമ്മൾ ഇത് വേവിച്ചെടുത്ത മുട്ടയാണ്. ഈ വേവിച്ചെടുത്ത മുട്ടേന്റെ തോടൊക്കെ പോക്കിയിരിക്കണം. അതാണ് എന്റെ ടാസ്ക് നല്ല ചെയ്യണം കേട്ടോ ഉണ്ടാക്കണമെങ്കിൽ. മുട്ടക്ക് നല്ല തടി കൊടുക്കട്ടെ, നല്ല മുട്ട. അത് കഴിഞ്ഞ് വീഡിയോയിൽ കാണുന്ന പോലെ മുട്ടയെ ആ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ ആ ഒരു സൈസിൽ നിന്നുള്ള ആ ഒരു പീസായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കണം, മഞ്ഞ ഇളകി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇതൊരു റിസ്കി ഫാക്ടറും കൂടിയാണ് ഇത് പൊരിച്ചെടുക്കുക എന്നുള്ളത്. പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് കുറച്ചൊരു ഡേഞ്ചറാണ്. അതുകൊണ്ട് വലിയ ആൾക്കാർ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആ ബാറ്ററിൽ മുട്ട നന്നായിട്ട് കവർ ചെയ്തിട്ട്, പുറത്തൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ചട്ടിയിലേക്ക്, ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക. പിന്നീട് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ അപ്പുറം ഇപ്പുറം മറിച്ചിടുക, നന്നായിട്ട് മുരിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടും. അപ്പം നിങ്ങളെ മുട്ട പൊരിച്ചത് റെഡി. ഇത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. മുട്ട ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അത്രയും ഇഷ്ടമായിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സോസോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. അപ്പം കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ ഗൈസ് നമ്മൾ മുട്ട പൊരിച്ച റെഡിയായിട്ടോ ഗൈസ്. ഇങ്ങോട്ടേക്ക് പോയി. അപ്പൊ നമ്മൾ മുട്ട പൊരിച്ച റെഡിയായി. ഇനി നമുക്ക് തിന്നോക്കാം എന്താ സംഭവം. നമുക്ക് എടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആട്ടാ. ഇതെന്താണ് നിങ്ങൾ ട്രൈ ചെയ്തതാ? സൂപ്പർ ടേസ്റ്റാ. അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേട്ടാ, എല്ലാം ചെയ്താ മറക്കാതെ ചെയ്തോ.